ഇതിനൊരു പൊളിറ്റിക്കൽ ഗൂഢാലോചന നടക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കഴിഞ്ഞ ദിവസം DMK പറഞ്ഞത് വിജയ് എന്ന പേര് പോലും മിണ്ടേണ്ടതില്ല എന്നാണ്. വിജയ്ക്ക് അങ്ങനെ ഉണ്ടായി വരുന്ന തിരഞ്ഞെടുപ്പിനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന വലിയ ആരാധക വൃന്ദത്തെ, വോട്ടിലേക്ക് പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന അണികളുടെ വലിയ ഒരു ഗ്രൂപ്പിനെയൊക്കെ DMK മനസ്സിലാക്കി തുടങ്ങിയിരുന്നോ? സത്യത്തിൽ അങ്ങനെ തന്നെ വേണം നമ്മൾ കരുതാൻ. കാരണം എന്തായാലും വിജയുടെ മുന്നേറ്റം ഭരണകക്ഷിയായ DMKക്കെതിരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായി തന്നെയാണ് എല്ലാവരും നോക്കിക്കാണുന്നത്. അത് രാഷ്ട്രീയത്തിന് പുറത്തായാലും അകത്തായാലും ഉള്ള എല്ലാവരും അത് കാണുന്നുണ്ട്. അപ്പോൾ വിജയുടെ ഒരു ജനമുന്നേറ്റം അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു സമ്മേളനം അത് സുഗമമായും ഭംഗിയായും നിറവേറ്റപ്പെടുക എന്ന് പറയുന്നത് എതിർകക്ഷിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനെ ഭയക്കുന്നവർ തീർച്ചയായും അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതിന് വിരുദ്ധമായോ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിലൊരു സാഹചര്യം മുൻകൂട്ടി കാണാനും അവർക്ക് കഴിയാതിരിക്കില്ല. അപ്പം അങ്ങനെ ഒരു തരത്തിൽ അത് അലങ്കോലപ്പെട്ടു പോകുന്നെങ്കിൽ ആ ഒരു പഴി കൂടി വിജയിയുടെ മേൽ അടിച്ചേൽപ്പിക്കാം എന്നൊരു ചിന്താഗതി വന്നുകൂടുന്നില്ല. കാരണം വിജയിയുടെ ആരാധക വൃന്ദം അത്ര ശക്തമാണ്. അത് തന്നെയാണല്ലോ പൊളിറ്റിക്കലി അവരെ ഭയപ്പെടുത്തുന്ന ഘടകവും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ വിജയ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ വലിയ ഒരു ജനാവലിയെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഇടം കൊടുക്കുന്നതിന് പകരം വളരെ ഇടുങ്ങിയ ഒരു ഏരിയ അതിനുവേണ്ടി അനുവദിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഇത്തരം ബുദ്ധിമുട്ടുകളും അത് തുടർന്ന് അതൊരു വലിയ ദുരന്തമായും ഒക്കെ മാറാനുള്ള സാധ്യത നമ്മുടെ ഭരണ സംവിധാനം നേരത്തെ കൂട്ടി മനസ്സിലാക്കേണ്ടതായിരുന്നു. ശ്രീ എസ് രാജേന്ദ്രൻ, മാത്രമല്ല ഇതിപ്പോ ഈ താമസിച്ചത് ഒരു വലിയ ഘടകമാണ് എന്ന വിമർശനം ഉണ്ടാകുമ്പോൾ സാഹചര്യം രാവിലെ 8:45 മുതൽ അല്ലെങ്കിൽ രാവിലെ 8 മണി മുതലൊക്കെ തന്നെ അവിടെ വലിയ തിരക്കുണ്ടായിരുന്നു. അത് മണിക്കൂറുകൾ പിന്നിടുകയും ആളുകളുടെ ബാഹുല്യം ഉണ്ടാവുകയും ചെയ്യുന്നത് പോലീസുകാർ കണ്ടുകൊണ്ടേ നിൽക്കുകയാണ്. അപ്പൊ അതിൽ ആവശ്യത്തിനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്ന് പറയുന്ന സംവിധാനത്തിൽ പ്രവർത്തിക്കാനുള്ളൊരു സമയം കൂടി കിട്ടിയിട്ടുണ്ട് അവിടെ. അതെ, അപ്പോഴും അത് വേണ്ടുന്ന ഒരു നടപടിയും അവർ സ്വീകരിച്ചിരുന്നില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും അലങ്കോലപ്പെട്ട് പോവുകയാണെങ്കിൽ അത് ആർക്ക് ഗുണം ചെയ്യുന്നു എന്ന ഒരു ഘടകം ഉണ്ടല്ലോ. വിജയുടെ ആ മുന്നേറ്റവും ആ രാഷ്ട്രീയ പ്രവേശത്തിൻ്റെ തയ്യാറെടുപ്പും അതിന് ഏത് തരത്തിലെല്ലാം തടസ്സങ്ങൾ സംഭവിക്കാം, സ്വാഭാവികമായോ അല്ലെങ്കിൽ കരുതിക്കൂട്ടിയോ ചെയ്യാവുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം വിജയ് അത്രത്തോളം ശക്തനാണ് ആരാധകരുടെ കാര്യത്തിൽ. അപ്പോൾ ഈ സാഹചര്യത്തെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനൊരു ദുരന്തത്തിൽ പര്യവസാനിക്കുന്നിടത്തേക്ക് പോയതിൽ ഭരണകൂടത്തിന് പങ്കില്ല എന്ന് ആരും പറയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.